നമസ്കാരം. സേവ് വഖഫ് സേവ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് വഖഫ് ഭേദഗതി നിയമം പിൻവലിക്കുക എന്ന ആവശ്യമുയർത്തി ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ വിവിധ മുസ്ലിം വനിതാ സംഘടനകളുടെ കൂട്ടായ്മയിൽ എറണാകുളം ടൗൺ ഹാളിൽ നടന്ന വനിതാ പ്രതിഷേധ സമ്മേളനം സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി. ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് എക്സിക്യൂട്ടീവ് അംഗം റഹ്മത്തുന്നിസ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ കൈരാന ലോക്സഭാ മണ്ഡലത്തിന്റെ MP ഇക്ര ഹസൻ മുഖ്യപ്രഭാഷണം നടത്തി. പ്രതിഷേധ സംഗമത്തിൽ മതേതര ഇന്ത്യ എന്ന ആശയത്തെ തകർക്കുന്ന വഖഫ് ഭേദഗതിയിലൂടെ സമൂഹ നന്മക്കായി വിശിഷ്യ മുസ്ലിം സമൂഹത്തിന്റെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളുടെ സംരക്ഷണത്തിനും മേൽ ഉയർത്തുന്ന ആശങ്കകൾ പ്രഭാഷകർ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ വനിതകൾ പങ്കെടുത്ത പരിപാടി കേരളത്തിലെ എല്ലാ വനിതാ സംഘടനകളും പ്രാതിനിധ്യം കൊണ്ട് ശ്രദ്ധേയം നേടി. And in constitutional action. So let this conference be the beginning of a nationwide movement to protect Waqf, to defend our constitution and to uphold the dignity of every Indian citizen. I will end my speech by the very famous saying that when injustice becomes law, resistance becomes beauty. And when this resistance is rooted in unity, even the smallest voices echo like thunder. മുസ്ലിം വനിതകളുടെ അവകാശ സംരക്ഷണം ആരുടെയും ഔദാര്യമല്ലെന്നും ഭരണഘടനാപരമായ തുല്യാവകാശങ്ങൾക്ക് വേണ്ടി പോരാട്ടം തുടരുമെന്നുള്ള സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നതെന്നും നേതാക്കൾ അറിയിച്ചു. ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് കമ്മിറ്റി അംഗം ഡോക്ടർ ഖുദ്ദൂസ സുൽത്താന, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വനിതാ വിഭാഗം നാഷണൽ പ്രസിഡന്റ് ഫാത്തിമ മുസാഫിർ, മുസ്ലിം ലോ ബോർഡ് വനിതാ വിഭാഗം കൺവീനർ അഡ്വക്കേറ്റ് ജലീസ ഹൈദർ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ് തുടങ്ങി നിരവധി വനിതാ സംഘടനാ നേതാക്കൾ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് പ്രതിഷേധ പ്രകടനം നടത്തി. കൂടുതൽ ജനകീയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ജെ ടൈംസിനൊപ്പം സത്യൻ ചെങ്ങനാട്.